നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീലിമിറ്റേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡീലിമിറ്റേഷൻ? അതായത് നമ്മുടെ നിയോജക മണ്ഡലങ്ങളുടെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ ഓരോ സ്റ്റേറ്റിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ സീറ്റ്സ് ഫിക്സ് ചെയ്യുന്നത് പ്രോസസ്സാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആർട്ടിക്കിൾസ് 82 അതുപോലെ തന്നെ 170 ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ സ്റ്റേറ്റിലുള്ള നിയോജക മണ്ഡലങ്ങളുടെ ബൗണ്ടറീസ് റീഅഡ്ജസ്റ്റ് ചെയ്യണമെന്നും അത് ഡിവിഷൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയാലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ആയാലും ഈ ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ നടത്തുന്ന അതോറിറ്റി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർലമെൻ്റ് ആയിരിക്കും. പാർലമെൻ്റ് ഒരു നിയമം വഴിയായിരിക്കും ഇത് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 330 ആൻഡ് 332 അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവർക്ക് ലോക്സഭ അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇവിടേക്കുള്ള സീറ്റ്സ് അതിൻ്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റീഫിക്സ് ചെയ്യുന്നതും ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനായിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2001 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി നമ്മുടെ 2026 ശേഷമുള്ള ആദ്യത്തെ സെൻസസ് വരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം എന്ത് ചെയ്തിരിക്കുകയാണ്, ഫ്രോസൺ ചെയ്തിരിക്കണം. അത് 550 കൂടാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് ഒരു ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇവരുടെ ഓർഡേഴ്സ് അത് ഒരു ലോയുടെ അതേ സാധ്യത തന്നെയാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഓർഡേഴ്സിനുണ്ടാകും. അപ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ ചലഞ്ച് ചെയ്യാനായിട്ട് ഇവരുടെ ഓർഡേഴ്സ് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഒപ്പം തന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഓർഡേഴ്സ് നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഈ ഒരു ഓർഡേഴ്സ് എഫക്റ്റിൽ വരുന്നത് നമ്മുടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന ഡേറ്റിലായിരിക്കും. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റിലായിരിക്കും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി എത്ര തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 തവണയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1952, 1962, 1972 പിന്നെ 2002. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് 1952, 1962, 1972, 2002 അങ്ങനെ 4 തവണ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പഞ്ച് മിഷനെ കുറിച്ചിട്ടാണ്. നാസയുടെ പഞ്ച് മിഷൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാരിമീറ്റർ ടു യൂണിഫൈ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. അപ്പോൾ ഇത് നമ്മുടെ സണ്ണിൻ്റെ കൊറോണ അതുപോലെ തന്നെ സോളാർ വിൻഡ്സ് ഇതിനെയൊക്കെ കുറിച്ച് ഒരു 3D ഡയമെൻഷനിലുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള ഒരു നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ് പഞ്ച് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 4 സ്മോൾ സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിലാണ് പഞ്ച് മിഷൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൂര്യൻ്റെ കൊറോണയെ കുറിച്ചിട്ട്, അതായത് സൂര്യൻ്റെ കൊറോണയിൽ എങ്ങനെയാണ് സോളാർ വിൻഡ്സ് ഒറിജിൻ ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ച് മിഷൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്പേസ് വെതർ ഇവൻസിനെ കുറിച്ച്, അതായത് സ്പേസ് വെതർ ഇവൻസിന് നമ്മുടെ എർത്തിലുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളറൈസേഷൻ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ
നമ്മുടെ സണ്ണിൻ്റെ കൊറോണയെ കുറിച്ചിട്ട് അതുപോലെ തന്നെ സോളാർ വിൻഡിനെ കുറിച്ചിട്ട് 3D ഡയമെൻഷനിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോളറൈസേഷൻ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് മിഷനാണ് പഞ്ച് മിഷൻ എന്ന് പറയുന്നത്. എന്താണ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണയിലുള്ള പാർട്ടിക്കിൾസ്, അതിപ്പോൾ ഇലക്ട്രോൺസ് ആയാലും അതെന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ലൈറ്റ്സിൻ്റെ വേവ്സ് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ വേയിൽ അലൈൻ ചെയ്ത് നിൽക്കും. അങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റിനെ മെഷർ ചെയ്യുകയാണ് പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൺഗ്ലാസൊക്കെ പോലുള്ള അല്ലെങ്കിൽ സോളാർ ഗ്ലാസസ് പോലെയുള്ള പോളറൈസിങ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പോളറൈസിങ് ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റ് മെഷർ ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ കൊറോണയിൽ എങ്ങനെയാണ് സോളാർ വിൻഡോ ഒറിജിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓൾറെഡി UPSC നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളാർ സ്റ്റോമിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോളാർ സ്റ്റോം നമ്മുടെ എർത്തിലേക്ക് എത്തുവാണെങ്കിൽ എന്തൊക്കെ എഫക്ട്സ് ആയിരിക്കും എർത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് 2022. അപ്പോൾ ഇതുപോലെയുള്ള ഇംപ്ലിക്കേഷൻസ് കൂടി നമ്മൾ നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് നോക്കും യുലോ ഫെസ്റ്റിവലാണ്. നോക്കും യുലോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബാണ്. നിഷി ട്രൈബ് പ്രത്യേകം നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നോക്കും എന്നുള്ള വാക്ക്, അപ്പോൾ നോക്ക് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ലാൻഡ് എന്നും കും എന്നുള്ള വാക്കിൻ്റെ മീനിങ് കളക്റ്റീവ്നെസ് അല്ലെങ്കിൽ ടുഗദർനെസ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു നിഷി ട്രൈബിൻ്റെ വിശ്വാസപ്രകാരം എല്ലാ ദേവന്മാരും ദേവതകളും ഒരുമിച്ച് ഗ്യാതറിങ് ചെയ്യുന്ന ആ ഒരു ഇതിനെ സിംബലൈസ് ചെയ്യുന്നതാണ് നോക്കും യുലോ ഫെസ്റ്റിവൽ. ഇത് കൾട്ടിവേഷനായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവർ ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ സമൃദ്ധിക്കും അവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ഒറിജിൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിന് ശേഷം നമ്മൾ 1921 ആ ഒരു ടൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ലോക്സഭയിൽ റൂൾ 308 ലോക്സഭ റൂൾസ് 308 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് ആനുവലി ആണ് ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. 22 മെമ്പേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്ത് 15 മെമ്പേഴ്സ് ലോക്സഭയിൽ നിന്നും 7 മെമ്പേഴ്സ് രാജ്യസഭയിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ആയാലും അവരുടെ റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്, പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോണമസ് ബോഡീസ് ആയിട്ടുള്ള ഇപ്പോൾ CAG ഓഡിറ്റ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിഡൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് സ്പെഷ്യൽ ഓഡിറ്റ്സ് ഒക്കെ നടത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റിവ്യൂ ചെയ്യുക ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആയിട്ട് നോക്കുമ്പോഴേക്കും ഇവർക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആരെ വേണേലും വിളിപ്പിക്കുവാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി ന്യൂസ് വരാൻ കാര്യം ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ എക്സൈസ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുള്ളത്. അതും ഒന്ന് ഓർത്തിരിക്കുക, എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ പറ്റിയിട്ടൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ. അടുത്തത് ഗോൾഡ് കാർഡ് പ്രോഗ്രാമാണ്. എവിടെയാണ് ഗോൾഡ് കാർഡ് പ്രോഗ്രാം അവതരിപ്പിച്ചത്, ഏത് രാജ്യത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ USA. അപ്പോൾ ഇതൊരു പുതിയൊരു വിസ പ്രോഗ്രാമാണ്. ട്രംപ് ഗവൺമെൻറ് അധികാരത്തിലേറെ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഒരു വിസ പ്രോഗ്രാമാണ്
ഗോൾഡ് കാർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ തന്നെ US പെർമനൻ്റ് റെസിഡൻസി ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗോൾഡ് കാർഡ് പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് $5 മില്യൺ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ അവർ $5 മില്യൺ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും ഇവർക്ക് എന്ത് ചെയ്യും, ഗ്രീൻ കാർഡ് പ്രിവിലേജസ് കിട്ടുകയും അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പിനെയൊക്കെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസ് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.